പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരൻ സ്തുതിഗീതം ഭൂമിയിലെന്നും മധ്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ രക്ഷകനമായ ഈശോമിശിഹായുടെ മഹത്വപൂർണ്ണമായ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് സ്വർഗഭാഗ്യം അനുഭവിക്കുന്ന വിശുദ്ധ മദർ തെരേസയെ ഇന്ന് ഞങ്ങൾ അനുസ്മരിക്കുന്നു. വിശുദ്ധയെ പോലെ ജീവിതത്തിലും മരണത്തിലും കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തി സ്വർഗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും.
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങളെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമൃതനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഉദവിധം എപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. പ്രഭാഷകൻ്റെ പുസ്തകത്തിലുള്ള വായന, അധ്യായം 48, 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി. അവൻ്റെ തീക്ഷ്ണതയിൽ അവരുടെ എണ്ണം ചുരുങ്ങി. കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. 3 പ്രാവശ്യം അഗ്നി ഇറക്കി. ഏലിയ, അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ! അത്തരം പ്രവർത്തികളുടെ പേരിൽ അഭിമാനിക്കാൻ കഴിയുന്നവർ മറ്റാരുണ്ട്? അത്യുന്നതിൻ്റെ വാക്കുകൊണ്ട് നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന്, പാതാളത്തിൽ നിന്ന് ഒരു ജഡത്തെ ഉയർപ്പിച്ചു. നീ രാജാക്കന്മാരെ നാശത്തിലേക്ക് നയിക്കുകയും പ്രസിദ്ധന്മാരെ കിടക്കയിൽ നിന്ന് താഴെ ഇറക്കുകയും ചെയ്തു. നീ സീനായിൽ വെച്ച് ഭീഷണികളും ഹോറബിൽ വെച്ച് പ്രതികാരത്തിൻ്റെ വിധികളും ശ്രവിച്ചു. ശിക്ഷ നടത്താൻ രാജാക്കന്മാരെയും നിന്നെ പിന്തുടരാൻ പ്രവാചകന്മാരെയും നീ അഭിഷേകം ചെയ്തു. ആഗ്നേയാശങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംഭവിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ കോപം ആളിക്കത്തുന്നതിനു മുമ്പ് അതിനെ തണുപ്പിക്കുന്നതിനും പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും അങ്ങനെ യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി നിശ്ചിത സമയത്ത് നീ തിരിച്ചു വരുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ, അവർ ജീവിക്കും. ദൈവമായ കർത്താവിന് സ്തുതി. സർവജ്ഞനായ ഭരണകർത്താവിന്റെ ഭവനത്തിൽ വസിക്കുന്ന വിസ്മരണീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഒരോടുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊതുവിധം എപ്പോഴും ഞങ്ങളോട് കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. എൻ്റെ സഹോദരരെ, ഹെബ്രായർക്കുള്ള ലേഖനം 11-ാം അധ്യായം 23 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ 3 മാസത്തേക്ക് ഒളിച്ചു വെച്ചു. എന്തെന്നാൽ കുട്ടി സുന്ദരനാണെന്ന് അവർ കണ്ടു.
രാജകൽപ്പനയെ അവർ ഭയപ്പെട്ടില്ല. മോശ വളർന്നു വന്നപ്പോൾ ഫറോവയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനകൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്റ്റ് വിട്ടു. അദൃശ്യനായവനെ ദർശിച്ചാലേ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. ആദിജാതന്മാരെ കൊല്ലുന്നവൻ അവരെ സ്പർശിക്കാതിരിക്കുന്നതിന് വിശ്വാസത്തിൽ അവൻ പെസഹ ആചരിക്കുകയും രക്തം തളിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ അവർ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു. എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കടൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 17 9 മുതലുള്ള തിരുവചനങ്ങൾ. മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു, മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നത് വരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത്. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ആദ്യം ഏലിയ വരണമെന്ന് നൈവജ്ഞർ പറയുന്നത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു. എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകളേൽക്കാൻ പോകുന്നു. സ്നാപയോഹന്നാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ഇടവകയിൽ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസകൾ നേരുകയാണ്. പ്രത്യേകിച്ച് ബെത്ലഹേം യൂണിറ്റിലെ ഓരോ അംഗങ്ങൾക്കും. സെപ്റ്റംബർ 5 യഥാർത്ഥത്തിലുള്ള തീയതി. പക്ഷെ ഇന്ന് നമ്മൾ ഞായറാഴ്ച നമ്മളത് ആഘോഷിക്കുന്നു എന്ന് മാത്രം. അതോടൊപ്പം ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തിൻ്റെ നാളിന് ഒരുക്കമായിട്ടുള്ള 8 നോമ്പ് ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാ അമ്മമാരും എല്ലാ സ്ത്രീകളും പ്രത്യേകമായിട്ട് എടുക്കുന്ന ഒരു നോമ്പാണ് ഈ 8 നോമ്പ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ തിരുനാളിന് ഒരുക്കമായിട്ട് ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ 8 നോമ്പിൻ്റെ എല്ലാ പുണ്യവും അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് എല്ലാ കുടുംബിനികൾക്കും, എല്ലാ അമ്മമാർക്കും, എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കൊക്കെ നേരുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ വായിച്ചതാണ്. ഏലിയ സ്ലീവ മോശ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. അന്ന് നമ്മൾ വേറൊരു സുവിശേഷത്തിൽ നിന്നാണ് ഈ ഒരു ഭാഗം വായിച്ചത്. അതിൻ്റെ തുടർച്ചയെന്ന വണ്ണമാണ് ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ഒരു ഭാഗം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ ഒരു ഭാഗം കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സുവിശേഷ ഭാഗം വീണ്ടും എടുത്തു പറയാൻ കാരണം? 2 കാര്യങ്ങളാണ്. നമ്മൾ കടന്നു പോകുന്നത് ഏലിയ സ്ലീവ മോശ കാലഘട്ടത്തിലൂടെയാണ്. ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിനെ ഒരു രക്ഷകനായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇവിടെ ഏലിയായെക്കുറിച്ച് അവർ പ്രതിപാദിക്കുന്നുണ്ട്. സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരൊക്കെയും ഏലിയായെക്കുറിച്ച് സംസാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഒരു വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നാപയോഹന്നാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. എപ്പോൾ കർത്താവ് പറയുകയാണ്, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകളേൽക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ പറയാൻ കാരണം, അന്ന് സ്നാപയോഹന്നാൻ ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ 17-ാമത്തെ അധ്യായത്തിലാണ്. അപ്പോൾ സ്നാപയോഹന്നാൻ്റെ ജീവിതത്തിൽ നടന്നത്, അവന് യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനായിരുന്നുവെന്നും ആ പ്രവാചകനെ
സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടുവെന്നും ഒക്കെ ശിഷ്യന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ സ്നാപയോഹന്നാനെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് സ്ലീഹന്മാർ മനസ്സിലാക്കുകയാണ്. പക്ഷെ ഇവിടെ കർത്താവ് ഏലിയായെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നമ്മളിന്ന് വായിച്ചു കേട്ട ലേഖന ഭാഗത്തിൽ, ഞാനതുകൊണ്ടാണ് ഈ പുസ്തകം എടുത്ത് വെച്ചത്, ഈ ലേഖന ഭാഗത്തിൽ നമ്മൾ വായിച്ചത് മോശയെക്കുറിച്ചിട്ടാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ലീഹ സൂചിപ്പിക്കുന്നത്. പൗലോസ് ലീഹയാണോ അത് ആരോ എഴുതിയെന്നോ നമുക്ക് ഉറപ്പില്ല. പക്ഷെ അതിൽ സ്ലീഹ സൂചിപ്പിക്കുന്നത് മോശയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ മോശയെക്കുറിച്ച് ലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു, ഏലിയായെക്കുറിച്ച് സുവിശേഷത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശ അവരുടെ, പ്രത്യേകിച്ച് യഹൂദ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് അവരുടെ തോറ എന്ന് പറയുന്ന, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ചിരുന്നു, തോറ എന്ന് പറയുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങളുടെ പ്രതിനിധിയാണ് മോശ. അതിനെ അവർ വിളിക്കുന്നത് ഈ ഒരു തോറ എന്ന് പറയുന്ന, അതായത് ആദ്യത്തെ 5 പുസ്തകങ്ങൾ. ഈ തോറ എന്ന് പറയുന്ന 5 പുസ്തകങ്ങളുടെ ഒരു പ്രതിനിധിയാണ് മോശ. ഇനി ഏലിയ ആരാണ്? എല്ലാ പ്രവാചക ഗ്രന്ഥങ്ങളുടെയും, അതിനവർ പറയുന്നത് കെത്തുബീം എന്നാണ്. ഈ കെത്തുബീം എന്ന് പറയുന്ന പ്രവാചക ഗ്രന്ഥങ്ങളുടെ പ്രതിനിധിയാണ് ഏലിയ. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ, തീക്ഷ്ണമതിയായ പ്രവാചകൻ. ഇവർ രണ്ടുപേരും, മോശയും ഒരുപാട് വിഷമിക്കേണ്ടി വന്നു, അതുപോലെ ഏലിയ പ്രവാചകനും ഒരുപാട് വിഷമിക്കേണ്ടി വന്നു. നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ഏലിയായെ കൊല്ലാൻ വേണ്ടി ആഹാബ് രാജാവ് പണിപ്പെടുന്നു. കാരണം ഏലിയ കൃത്യമായി ആഹാബ് രാജാവിനെതിരെയും അതുപോലെ മറ്റ് നീതികേടിനെതിരെയും ശബ്ദിച്ച ആളാണ്. അപ്പോൾ ഈ ഏലിയായെയും മോശയെയും അവതരിപ്പിച്ചുകൊണ്ട് ക്രിസ്തു അവരുടെ രീതിയിലേക്ക് ഇതാ രക്ഷകനായി അവതരിപ്പിക്കപ്പെടുന്നു എന്നാണ് ഈ ഒരു സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് തിരുസഭാ മാതാവ് നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഞാൻ എപ്പോഴും വായിക്കുമ്പോഴും, ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോഴും, ലേഖനങ്ങൾ വായിക്കുമ്പോഴും, അല്ലെങ്കിൽ മറ്റുള്ള വായനകളൊക്കെ വായിക്കുമ്പോഴും ഇന്നത്തെ ദിവസത്തിൻ്റെ എന്താണ് പ്രത്യേകത? ഇന്ന് നമ്മൾ വിശുദ്ധ മദർ തെരേസയാണ് നമ്മൾ ഓർക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വായനകളിലൂടെ കടന്നു പോയപ്പോൾ ഈ വായനകളിൽ എന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇന്ന് വായിച്ച ലേഖന ഭാഗത്തിലെ ഓരോ വരികളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ വായിച്ച ലേഖന ഭാഗം മോശയെക്കുറിച്ച് പറയുന്ന തിരുവചന ഭാഗമാണ്. നമുക്ക് ഒന്നുകൂടി വായിക്കാം. അതായത് നമ്മൾ 23 മുതലുള്ള തിരുവചനങ്ങളാണ് വായിച്ചത്. ഹെബ്രായരുടെ മകനായിട്ട് വളർന്നവൻ പിന്നീട് രാജകൽപ്പനയെ ഭയപ്പെടാതെ മോശയെ വെള്ളത്തിൽ ഒഴുക്കിവിടുന്നു. അത് ഫറവയുടെ മകൾ എടുത്ത് വളർത്തുന്നു. പക്ഷേ ഫറവയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. ഇനി പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. സ്നേഹമുള്ളവരെ, ഈ ഓരോ വരികളും വിശുദ്ധ മദർ തെരേസയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് വളരെ കൃത്യമാണ്. അതായത് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള നൈമിഷികപരമായിട്ടുള്ള പല സുഖങ്ങളെയും ത്യജിച്ചുകൊണ്ടാണ് ലൊറേറ്റ കോൺവെൻറ്റിൻ്റെ പുറത്തേക്ക് ആ മകൾ കടന്നു ചെന്നത്, കൽക്കട്ടയിലെ തെരുവീഥികളിൽ അലഞ്ഞു നടന്നത്. കാരണം പാവപ്പെട്ടവരും അനാഥരും രോഗികളും ആരും നോക്കാനില്ലാത്തവരും ജീവച്ഛവമായി കിടക്കുന്നവരെയൊക്കെയും ശുശ്രൂഷിക്കാനുള്ള പ്രചോദനം ലഭിച്ചത് അങ്ങനെയാണ്. ഇന്ന് മോശയെക്കുറിച്ച് പറഞ്ഞത് വളരെ കൃത്യമാണ്. അതുപോലെ തന്നെ അതേ തിരുവചനം മദർ തെരേസയെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഏലിയ പ്രവാചകനായിരുന്നു, മോശയും പ്രവാചകനായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാക്ഷ്യമായി, ജീവിക്കുന്ന വിശുദ്ധയായി 20-ാം നൂറ്റാണ്ടിൻ്റെ അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന പ്രവാചകയായിട്ട് മാറിയതാണ് വിശുദ്ധ മദർ തെരേസ. കാരണം എന്തുകൊണ്ടാണ്? ലോകത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിൽ നിന്ന് മാറി ദൈവത്തിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ചു. അടുത്തൊരു തിരുവചനം നോക്കൂ. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനെന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. നോക്കൂ, ഇത് വളരെ കൃത്യമാണ് വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ. എന്താണ്? നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കുന്ന പ്രതിഫലമല്ല വിശുദ്ധ മദർ തെരേസ നോക്കിയിട്ടുള്ളത്, മറിച്ച് തൻ്റെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അവളുടെ ജീവിതത്തെ ലോകം ഉറ്റുനോക്കാൻ തുടങ്ങി.
ലോകം ഉറ്റുനോക്കാൻ തുടങ്ങി. സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് അവൾ സ്വീകരിക്കുമ്പോൾ അവളുടെ ജീവിതം ലോകം അംഗീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. അതുകൊണ്ട് വിശുദ്ധ മദർ തെരേസ ഈ ഒരു തിരുവചന ഭാഗത്തിൽ വളരെ കൃത്യമാണ്. എന്താണ്? തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തെക്കാളും, പ്രത്യേകിച്ച് ഭൗതികമായ പ്രതിഫലത്തെക്കാളും ഏറ്റവും മുന്നിൽ കണ്ടത് സ്വർഗീയമായ പ്രതിഫലമായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയത്. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. മദർ തെരേസയുടെ ജീവിതത്തിൽ ഒരു പുകഴ്ചകൾക്കോ, വളരെ പ്രസിദ്ധമായ പ്രഖ്യാതമായ ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗമുണ്ട് വിശുദ്ധ മദർ തെരേസയുടെ. അതായത് നോബൽ പ്രൈസ് വാങ്ങിച്ചിട്ട് വിശുദ്ധ മദർ തെരേസ പറഞ്ഞു, ഇതെൻ്റെ പാവങ്ങൾക്ക്, എൻ്റെ മക്കൾക്ക് ഞാനത് സമർപ്പിക്കുകയാണ്, എൻ്റെ മക്കൾക്ക് ഞാനത് സമർപ്പിക്കുന്നു. എന്നിട്ട് മദർ തെരേസ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനിയും എനിക്ക് എത്തിപ്പെടാൻ ചെല്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നോക്കണം, അത് കഴിഞ്ഞ പിന്നെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മദർ തെരേസയുടെ കോൺവെൻറ്റുകൾ തുടങ്ങാനായിട്ട് ക്ഷണം കിട്ടിയത്. വേറെ ഏതെങ്കിലും ഒരു സന്യാസ സമൂഹത്തിന് ഇതുപോലെ വിവിധ രാജ്യക്കാർ കോൺവെൻറ്റുകൾ തുടങ്ങാനായിട്ട് വിളിച്ച ചരിത്രമുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? വിശുദ്ധ മദർ തെരേസയുടെ ജീവിത ശൈലി അങ്ങനെയായിരുന്നു. കാരണം പുകഴ്ചകൾക്കും സ്തുതിപാടലുകൾക്കും ഒന്നിനും വിശുദ്ധ മദർ തെരേസ നിന്നുകൊടുത്തിട്ടില്ല. കാരണം അവൾക്കറിയാം അതിലൊന്നുമല്ല നേട്ടമെന്ന്. ഈശോയുടെ സ്തുതിപ്പാണ് പ്രധാനപ്പെട്ടത്. ഈശോയുടെ എന്താ പറയുക, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയുടെ ഒരു സ്തുതി കീർത്തനം അവൻ സമ്മതിക്കണം, അല്ലെങ്കിൽ അവനാണ് എടുത്തു പറയേണ്ടത്. അവൻ്റെ സമ്മാനത്തിനാണ് അവൾ കാത്തിരുന്നത്. അപ്പം അതുകൊണ്ട് മോശയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഈ തിരുവചന ഭാഗം വളരെ കൃത്യമായിട്ട് വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാകും. ഇനി അടുത്ത തിരുവചനം, രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു, അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ മദർ തെരേസയുടെ ജീവിതമൊന്നും അത്ര സുഖകരമായിരുന്നില്ല. ലൊറേറ്റ കോൺവെൻറ്റ് അതൊരു ലാറ്റിൻ കോൺവെൻ്റാണ്. ആ ലൊറേറ്റ കോൺവെൻറ്റ് എല്ലാ സുഖസൗകര്യങ്ങളുണ്ട്. സുഖസൗകര്യങ്ങൾ മീൻസ് അതിൻ്റെ അർത്ഥമാക്കുന്നത് അതിൻ്റെ എല്ലാ ചട്ടക്കൂടുകളുമുണ്ട്, അതിൻ്റെ എല്ലാ സംരക്ഷണങ്ങളുമുണ്ട്, സുരക്ഷിതത്വമുണ്ട്. എന്തിനും ഏതിനും ഒന്നിനും ഒരു പേടിയില്ല. എല്ലാം കൃത്യമായിട്ട് നടക്കുന്ന ഒരു കോൺവെൻ്റായിരുന്നു അത്. പക്ഷേ ആ സുരക്ഷിതത്വത്തിൽ നിന്ന് ഭക്ഷണമില്ലാത്ത അവസ്ഥയിലേക്കും യഥാർത്ഥത്തിൽ നല്ലൊരു കെട്ടിടമില്ലാത്ത അവസ്ഥയിലേക്കും അങ്ങനെ കടന്നു വരുമ്പോൾ അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ഒരുപാട് അവൾ സഹിച്ചിട്ടുണ്ട്. നമ്മൾ ജീവചരിത്രം വായിക്കുമ്പോൾ മക്കൾക്കും അന്തേവാസികൾക്കും അതുപോലെ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിനും ഭക്ഷണം കഴിക്കാനില്ലാതെ അവിടുത്തെ ഭക്ഷണത്തിന് ഇൻചാർജ് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ല കൊടുക്കാൻ, എന്ത് ചെയ്യും? വേഗം പോയി നമ്മുടെ പള്ളിയിൽ ചെന്ന് ആരാധിച്ചെന്നുള്ളിൽ ചോദിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ടുകെട്ടു, ആരോ ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു. ഉടനെ തന്നെ എല്ലാവർക്കും വിളമ്പിക്കൊടുത്തു. സ്നേഹമുള്ളവരെ, വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം ഏറ്റവും വലിയ വെല്ലുവിളികളോട് നടന്നു പോയതാണ്. പക്ഷെ ആ വെല്ലുവിളികളെയും സഹനങ്ങളെയും ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവൾ ഒരിക്കലും പതറിയില്ല, അവൾ ഒരിക്കലും ജീവിതത്തിൽ നഷ്ടധൈര്യരായില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയും 8 നോമ്പിന് ഒരുങ്ങമായി പരിശുദ്ധ കന്യാമറിയത്തെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം ഇതാണ്. മോശ നമുക്ക് കാണിച്ചു തരുന്നത് പോലെ, ഏലിയ പ്രവാചകൻ കാണിച്ചു തരുന്ന തീക്ഷ്ണത പോലെ, വിശുദ്ധ മദർ തെരേസ തൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് സ്വർഗരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി ഏറ്റെടുക്കുന്ന വെല്ലുവിളികളെ, സഹനങ്ങളെ അതിജീവിച്ചുകൊണ്ട്, ദൈവപരിപാലനയിൽ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടില്ല, നമ്മൾ ഒരിക്കലും നഷ്ടധൈര്യരാവുകയില്ല, പിശാച് നമ്മളെ കീഴ്പ്പെടുത്തില്ല. അതുകൊണ്ട് ഈ തിരുനാളിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മദർ തെരേസയുടെ വലിയ അനുഗ്രഹം നമുക്ക് തേടാം. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം നമുക്ക് തേടാം. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു വലിയ പ്രേരക ശക്തിയായി പരിശുദ്ധ അമ്മയും വിശുദ്ധ മദർ തെരേസയും മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്നേ ദിവസത്തിന് എല്ലാ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്കും അനാഥർക്കും മരണാസന്നർക്കും ആശ്വാസമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത വിശുദ്ധ മദർ തെരേസയുടെ മാതൃകയനുസരിച്ച് ഓരോ കുടുംബങ്ങളും വളർന്നു വരുവാൻ വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഇടവകയിൽ നിന്നും പഠിക്കുവാനും ജോലിക്കുമായി വിദേശത്തും സ്വദേശത്തുമായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളുടെ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച് കടന്നുപോയ എല്ലാ വൈദികരെയും സന്യസ്തരെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവക വികാരിയായ ജിജോ അച്ഛനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനിധിയായ ഈശോയെ, വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ബത്ലേഹം യൂണിറ്റിലെ എല്ലാ മക്കളെയും അമ്മയുടെ ദിവ്യചൈതന്യത്താൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്നെ അനുഗ്രഹിച്ച വിശുദ്ധ മദർ തെരേസയെ അനുസ്മരിക്കുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നിനക്ക് നിർഭയം സാക്ഷ്യം വഹിച്ച് കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗ സൗഭാഗ്യത്തിൽ സകല വിശുദ്ധനുമൊത്ത് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിൻ്റെയും നാഥായി നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ ഈ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിനവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക നാം അഖിലരുമൊന്ന സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമതവായകനെയാമറിയത്തിൻ്റെയും നീതിമാനായ പിതാവിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹയുടെ ഓർമ്മയോടുകൂടെ വിജയവരിച്ച നീതിമാന്മാരുടെയും മകളുടെ ജോഡി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സ്തുതിർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഏർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും
അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിലും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈവികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്കൊരു നിമിഷം സ്തോത്ര കാഴ്ചയ്ക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് സ്വീകരിച്ച് കൂടുതൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ഞങ്ങളെ വളർത്തണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അസുഖങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധമ്മേ, സകല വിശുദ്ധരെ, കാവൽമാലാക്കന്മാരെ, വിശുദ്ധ അന്തോണീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രാഗീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിനു മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവ്യരഹസ്യങ്ങളിൽ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും നീ ഞങ്ങളെ യോഗ്യരാക്കുന്നുവല്ലോ. അങ്ങ് നൽകുന്ന ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളേവരെയും ശക്തരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രാഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്മീനുമാരും അരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ ക്രോവന്മാരോടും സ്നാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. അത്യുന്നതങ്ങളിൽ ഓശാന പാടിടാം, കർത്താവിൻ നാമത്തെ വാഴ്ത്താം. സ്വർഗീയ ദൂതരോടൊന്നു ചേർന്ന്
പാടിടാം മോദമായി ഓശാന. അത്യുന്നതങ്ങളിൽ ഓശാന പാടിടാം, കർത്താവിൻ നാമത്തെ വാഴ്ത്താം. സ്വർഗീയ ദൂതരോടൊന്നു ചേർന്ന് പാടിടാം മോദമായി ഓശാന. ഓശാന 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 അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്ന് ചൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പാക്കും മാറാഫിൽ തട്ടിൽ ശ്രേഷ്ഠമെത്രാബലിതാക്കും മാറാൻഡ്രൂസ്മെത്രാബലിതാക്കും മാർ പോളിമെത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതർ അൽമായ പരിശുദ്ധർഭനകർത്താക്കൾ മേലധികാരികൾ സന്യസ്തർ വരി വിദ്യാർത്ഥികൾ എന്നിവർക്കും വിശുദ്ധ തുലിയ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനും രോഗികളായ ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവർക്കും മാരകമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നവർക്കും വിദൂര സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചവർക്കും ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ബെത്ലഹേം യൂണിറ്റിനും അയോഗ്യനായ എനിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലാണച്ച് കുമ്പിടുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിടുന്നുള്ളി വരട്ടെ.
നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിൽ വലിയ പ്രത്യാശയും നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊരു വിധമെന്നോട് ചെയ്തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രേതിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും. നേടുവവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിധരങ്ങളോടെ സമീപിക്കാം. ആനന്ദാവതനവാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന് നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ ഉത്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ, എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേൻ. സഭയിലവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവന് കാരണമാകട്ടെ. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സർവശക്തൻ നിത്യജീവിക്കുന്നവനുമായ ദൈവമേ, വിശുദ്ധരിൽ അങ്ങയുടെ കൃപാവരത്തിന്റെ വിജയം ഞങ്ങൾ ആഘോഷിക്കുന്നു. കർത്താവ് ഈശോയുടെ തിരുരക്തങ്ങളാൽ ഞങ്ങളെ ധന്യരാക്കിയ അങ്ങയുടെ കാരുണ്യദ്രേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യരഹസ്യങ്ങളിൽ സ്വർഗത്തിലെ വിശുദ്ധ ഗണത്തിൽ പങ്കുചേർന്ന് നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. മനുഷ്യവംശത്തിന്റെ പ്രതീക്ഷയായ മിശിഹായി, നിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന സകല വിശുദ്ധരോടും കൂടെ സഭയിൽ നിന്നെ പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ സ്നേഹത്തിൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ എന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. കൈകൾ കൂപ്പി തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് യേശു മിശിഹാ വഴി എല്ലാ ആധ്യാത്മിക ദാനം നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട നമ്മുടെ സമൂഹത്തെ തൻ്റെ വാഗ്ദാനമനുസരിച്ച് മിശിഹ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്തുത്യർഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് സന്തുഷ്ടനായി നമ്മെ അവിടുത്തെ മഹത്വമണിയിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് നിങ്ങൾ സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും നീക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ.